നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിന്റെ രതി സുഖമില്ലയോ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മനിർവൃതിയെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് അന്യ പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ്. ഈ നല്ല സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന് ശാരീരിക ബന്ധത്തിൽ ഭാര്യയുമായി ഏർപ്പെടുമ്പോൾ അതിന്റെ ആസ്വാദ്യത കാണൂല, അത് അല്ലാഹു എടുത്തു കളയും. മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു, ഇപ്പൊ ആസ്വാദം വരുന്നില്ല. എന്താ കാരണം? നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോലത്തിൽ പോയി. നിന്റെ ശരീരത്തിന്റെ താല്പര്യമൊക്കെ അവരിലേക്കായി പോയി. അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ തന്നെ. അന്യ പുരുഷന്മാരെ കണ്ടു, അവരുമായിട്ട് വലിയ താല്പര്യമൊക്കെയാണ് മനസ്സുകൊണ്ട്, അതുപോലെ ഫോൺ വിളി, അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമെങ്കിൽ പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ആസ്വാദം ഉണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഇതൊക്കെ പഠിക്കേണ്ട പാടാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വ്യഭിചാരം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ കൈകാലുകൾക്ക് വ്യഭിചാരമുണ്ട്, എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم العينان تزنيان فزناهما النظر واليدان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് കണ്ണുകൾക്ക് വിചാരമുണ്ട് സഹാബ. കണ്ണുകൊണ്ട് ഹറാം നോക്കലാണ്, ഹറാം കാണലാണ്. രണ്ട് കൈകൾക്ക് വിചാരമുണ്ട് സഹാബ, രണ്ട് കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കലാണ്. രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് സഹാബ, ഹറാമായ സ്ഥലത്തേക്ക് കാലുമായി നടക്കലാ. വിചാരമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറിൽ ഞാനൊരു കൂട്ടരെ കാണുകയാ. ആ കൂട്ടരാ മോശപ്പെട്ട മാംസം തിന്നാൻ വിധിക്കപ്പെട്ടവരാണ്. ആരാണിവർ എന്ന് ചോദിച്ചപ്പോ ലഹും ഇംറാത്തുൻ ഹലാൽ വഖറജു താരിഖിഹിന്ന ഇലാ സാനിയാ. സ്വന്തമായി ഭാര്യമുണ്ടായിട്ട്, സാലിഹത്തുകളാകുന്ന പതിവ്രതകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട്, സ്വന്തം ഭർത്താവിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്ന പാപിതത്തുകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട്, കാമുകിമാരെ തേടിപ്പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ ഇതാ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. മോശപ്പെട്ട ദുർഗന്ധം വമിക്കുന്ന മാംസം അവരുടെ തൊള്ളയിലേക്ക് നിർബന്ധപൂർവ്വം മലക്കുകൾ വെച്ച് വിടുകയാണ്, അവരെ കൊണ്ട് വിഴുങ്ങിക്കുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അടുത്ത അത്ഭുതം, ഈ അത്ഭുതം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ തുർലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ, അവര് ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? തുർലഹു റൂസഹും ബിസ്സഖരി. പാറക്കല്ലെടുത്തുകൊണ്ട് തലയതാ സ്വന്തം കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയാണ്. സ്വന്തം കൈകൊണ്ട് തലയിടിച്ച് പൊട്ടിക്കുകയാണ്. അവരുടെ തല പൊട്ടി രക്തം ചീന്തി വാർന്നൊലിച്ച് അവർ മരണത്തോട് മല്ലടിക്കുകയാണ്. ഖബറിൽ ഒരു പ്രാവശ്യം ദുനിയാവിൽ വെച്ച് അല്ലാഹു മരിപ്പിച്ചതാണ്. ഖബറിൽ അതാ വീണ്ടും പുനർജീവിപ്പിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് പാറക്കല്ല് നൽകുകയാണ്. ആ പാറക്കല്ല് കൊണ്ട് തലയിൽ ഇടിക്കുകയാണ്. തല പൊട്ടിച്ചതറുകയാണ്. തലച്ചോറ് പുറത്തേക്ക് വരുകയാണ്. രക്തം ചീന്തുകയാണ്. മരണത്തോട് മല്ലടിക്കുകയാണ്. മരിച്ചു വീഴുകയാണ്. തല പൊട്ടിച്ചു നിറുമ്പോ വീണ്ടും അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ
നൽകുകയാണ്. വീണ്ടും അവർ പാറക്കല്ലെടുക്കുകയാണ്, വീണ്ടും തല പൊട്ടിക്കുകയാ, വീണ്ടും തലച്ചോറ് പുറത്തു വരുന്ന രീതിയിൽ ഇടിക്കുകയാണ്. ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ ഈ കൂട്ടരെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാം ഹയ്യ അലസ്സലാം ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിലേക്ക് അലയൊലി കൊണ്ടിട്ട് പോലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാതെ നമസ്കരിക്കാതെ കറങ്ങി നടക്കുന്നതായ ആളുകളില്ലയോ? അല്ലദീന തതഫാഖലൂന റൂസുഹും അനിസ്സലാം. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തല ഭാരമാക്കിയ ആളുകളില്ലയോ? നമസ്കരിക്കാത്തതാകുന്ന സമൂഹമേ, ഖബറിൽ നിനക്ക് നൽകുന്ന ശിക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമസ്കരിക്കാതെ ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നവൻ അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാം, നമസ്കാരത്തെ ഭാരമായി കണ്ടവർ. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമസ്കാരം ശ്രദ്ധിക്കണം, നമ്മൾ നമസ്കാരം ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സലാസുൻ ലാ തുഖബലു മിൻഹും സ്വലാത്താ, മൂന്ന് കൂട്ടരിൽ നിന്ന് നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, മൂന്ന് കൂട്ടരിൽ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. അതിലൊന്ന് അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധം. الذين يأتون إلى الصلاة إلى وقت آخر يأتي الصلاة إدبارا أي يأتيها بعد وقتها. നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സഹോദര, നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞു കൊണ്ടുവരുന്ന സഹോദരി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, സുബഹി നമസ്കാരത്തെ ളുഹറിന്റെ മുമ്പ് കൊണ്ടുവന്ന് പുലു തോതി നിൽക്കുന്നവരില്ലയോ? രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ ആളുകളില്ലയോ? പുലു തോതുകൾ എപ്പോഴാ? ളുഹറിന് തൊട്ട് മുമ്പ് സുബഹിക്കരിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരാരാണ്? നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരാണ്. ളുഹറിനെ അസറിലേക്ക് പിന്തിപ്പിക്കുന്നവരെ, അസറിനെ മഗ്രിബിലേക്ക് പിന്തിപ്പിക്കുന്നവരെ. കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, കാരംസ് കളിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കുന്നവരില്ലയോ? അവൻ 200 അടിച്ചാലും പൊന്നുമോനെ നിനക്ക് ശിക്ഷയാണ്. ഹബീബായ നബി തങ്ങളാണ് പറയുന്നത്, അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാം. നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ, ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ, സീരിയൽ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഉമ്മ, നിന്റെ ഇതാ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ കൈകളിലേക്ക് ഇതാ ഒരു കല്ലിനെ അല്ലാഹു നൽകുകയാണ്. ആ കല്ല് കൊണ്ട് നിന്നെ തലക്കടിക്കുകയാണ്, നിന്നെ തലച്ചോറ് പൊട്ടി പുറത്തു വരുകയാണ്. അല്ലാഹുവേ വീണ്ടും ആത്മാവിനെ നൽകുകയാണ്, വീണ്ടും പാറക്കല്ലെടുക്കുകയാണ്, വീണ്ടും തലയിലിരിക്കുകയാണ്, തലച്ചോറ് പൊട്ടി പുറത്തു വരുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള ശിക്ഷ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഭയങ്കര ശിക്ഷ. ഖബറിൽ ചെല്ലുമ്പോൾ അവിടെ ചുമ്മാ കിടക്കാന്നായിരിക്കും കരുതുന്നത്.
വെറുതെ നിൽക്കാൻ പറ്റൂല, കുറെ പണിയുണ്ട് അവിടെ. നല്ലവരാണെങ്കിലും ഉണ്ട് അവിടെ, കൃഷി പരിപാടി കുറെ പരിപാടികളുണ്ട്. അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇത് നിർബന്ധിച്ച് വിചാരികളെ കൊണ്ടോ മോശപ്പെട്ട മാംസം തിന്നിക്കുക. കാരണം നീ ദുന്യാവിൽ കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂരൊക്കെ പോയതല്ലേ, എന്നാ പിടിച്ചോ നല്ല മാംസം ഭാഗത്ത് കഴിക്കും, ശരിക്കും കഴിക്കും. ഇത് 50 ദിവസം പഴക്കമുള്ള ബീഫാണ്, കഴിക്കും, നല്ല ദുർഗന്ധം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുന്യാവിൽ നീ നല്ല സുന്ദരികളുടെ മാംസതലമാകുന്ന ശരീരഭാഗങ്ങൾ തേടിപ്പോയവനല്ലേ?